അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാരലലി ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഇതുപോലെ ദുബായിൽ പടം വരുന്നു, എനിക്ക് കോള് വരുന്നു. അപ്പം നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുമല്ലോ, ഇതെങ്ങനെ നമ്മളെ പറ്റിയൊക്കെ ഇങ്ങനെയാണ് അറിയണേ, ഇത് ജെനുവിൻ ആണോ? കാരണം അങ്ങനെയാണല്ലോ നമ്മൾ സിനിമയെ പറ്റി കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ. പെട്ടെന്നൊരു കോള് വരുന്നു ഇങ്ങനെ. അപ്പോൾ 1-2 കാസ്റ്റിൻ്റെ കാര്യമാണ് ഫോണിൽ കൂടെ പറഞ്ഞുള്ളൂ. ദിനേശ് പ്രഭാകറാണ് ജേക്കബിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ ദിനേശ് ചേട്ടനാണ് ഫസ്റ്റ് എന്നെ റെഫർ ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വിളിച്ചു. അപ്പോൾ പുള്ളി വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒബ്വിയസ്ലി ഒരു ലെജിറ്റ് സംഭവമാണ്. അത് കഴിഞ്ഞ് ദിനേശ് ചേട്ടനോട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, നിമിഷം നമുക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് പറയുന്നു. ഞാൻ അവിടെ പോകുന്നു. പോകുന്ന വരെ എനിക്ക് ഇതിൻ്റെ ഒരു എന്താണെന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. പോയപ്പോൾ അതേ സ്ഥലത്ത് തന്നെ അജു ചേട്ടനെ കാണുന്നു, അപ്പുറത്ത് വിനീതേട്ടൻ നടക്കുന്നുണ്ട്, നിവിൻ ചേട്ടനുണ്ട്, എല്ലാവരും മറ്റേ ആ ഒരു ഹോൾ അറ്റ്മോസ്ഫിയർ തന്നെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതൊരു എന്താ പറയുക, ഞാൻ വന്നിരിക്കുന്നത് ഒരു സംഭവത്തിന് തന്നെയാണെന്ന്. അപ്പോൾ ദിനേശ് ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു 3-4 ഫീച്ചേർഡ് കാസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ 3-4 അതിൽ തുടങ്ങിയിട്ട് അതൊരു 85 ആൾക്കാരിലാണ് ഞാൻ നിർത്തിയത് ജേക്കബിൽ. അതിൽ മെയിൻ വില്ലൻ അശ്വിൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അതിലെല്ലാ ഫോറിൻ കാസ്റ്റും ഒരു 85 ആൾക്കാരെയാണ് അതിൽ ഞാൻ. ദിനേശ് ചേട്ടൻ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് നമ്മൾ ക്രെഡിറ്റ് അങ്ങനെ എന്താ പറയുക, ഞാനാണ് അതിൻ്റെ കാസ്റ്റിംഗ്. കുറേ സ്ഥലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ദിനേശ് ചേട്ടൻ അത് കൃത്യമായിട്ട് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഓരോ സ്കെച്ചും കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ എനിക്ക് അത് ഞാൻ അതേ ലൈനിൽ വർക്ക് ചെയ്തു. അതേ ലൈനിൽ അതുപോലെ കണ്ടുപിടിക്കുക. അപ്പോഴാണ് അതിനൊരു വിനീതേട്ടൻ എന്നോട് പറയുമായിരുന്നു, യു ഹാവ് എൻ ഐ ഫോർ ആക്ടേഴ്സ് എന്ന്. അപ്പം സംഭവം അത് ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ആൾക്കാരെ കറക്റ്റ് കിട്ടുമായിരുന്നു. കാരണം ചിലപ്പോൾ ദിനേശ് ചേട്ടൻ രാത്രി വിളിച്ചിട്ട് പറയും, നിമിഷം നാളെ നമ്മുടെ ഇന്ന സീനിലേക്ക് ഇന്ന ആൾ വേണം. കാരണം അവർക്കും കോൺഫിഡൻസ് കൂടി എനിക്കത് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഞാൻ പറയും, ഭയങ്കര ഭാഗ്യമുള്ള പ്രൊജക്റ്റാണ്, ഏട്ടനോടും പറഞ്ഞു. അത്ര എളുപ്പമായിരുന്നില്ല, പക്ഷെ എന്തോ ജേക്കബിൽ അത് പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോവുമായിരുന്നു.